അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ. എന്നെ ഉറക്കരുതിട്ടാ. 2:30 നീ മൂളിൽ നിന്നൊക്കെ ഇറങ്ങി വരണത് കേട്ടാ. പൂച്ച 2:30 എന്നെ വന്ന് വിളിച്ചതാ കള്ളി. ഈ കള്ളി പെണ്ണെ. ആ, രാവിലെ തന്നെ മാളുകുട്ടി പോയി ന്യൂസ് പേപ്പർ എടുത്തിട്ട് വന്നു. പേപ്പറും പാലെത്തിയിട്ടില്ല, പാലെത്താൻ നേരം ആകുന്നുള്ളൂ. അതെ, എന്നാലും ഈ കള്ളി പെണ്ണ് വന്നിട്ട് എന്നെ ഉറക്കിയിട്ടില്ല. ഈ കള്ളി മുട്ട വയ്ക്കാൻ വെച്ചു അല്ലേ? ചോറ് വെച്ചിരിക്കണല്ലേ? സബോള വേഗം കഴിഞ്ഞിട്ട് അമ്മ നൂൽപൂട്ടുണ്ടാക്കാം. വഴുതനങ്ങ വാട്ടാല്ലേ മാളു? ആദ്യമേക്ക് മധുരക്കിഴങ്ങ വെച്ച് കൊടുക്കണം. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണതാണല്ലേ? സബോള പോയി സമ കൊടുക്കണം. മുട്ട റോസ്റ്റ് മാളുണ്ടാക്കും. ഞാൻ അപ്പോഴേക്ക് നൂൽപൂട്ട് ഉണ്ടാക്കി തുടങ്ങി. ഞങ്ങൾ രണ്ടാളും കൂടിയാണ്. ഞാൻ സ്കെച്ച് വരുമ്പോഴേക്കും മാള് കുറച്ച് പണികളൊക്കെ ചെയ്തു നോക്കി. മതി. പിന്നെ വഴുതനങ്ങ വാട്ടാന്ന് വിചാരിച്ചു. തുറന്നിട്ടില്ല. ഇവിടെ നേരത്തെ പോയിരിക്കണം അമ്മമ്മ. തുറന്നിട്ടില്ലേ? അബുവിന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ പോണല്ലേ? വഴുതനങ്ങ ഞങ്ങൾ മസാല ഐറ്റംസ് ഒക്കെ അതിൽ കൂട്ടി തിരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ലൈറ്റ് ചൂട് തീയിലിട്ട് നമ്മൾ വാട്ടിയെടുക്കുന്നത്. എൻ്റെ മണിക്കുള്ള കുഞ്ഞി കൊഴുക്കട്ടയാണ്. അതെ, അങ്ങനെ മുട്ട റോസ്റ്റ് റെഡിയായി. അബുവിനൊന്ന് വേഗം പോകേണ്ടതാണ്. മാളു ചായ ഉണ്ടാക്കി തുടങ്ങി. ഇങ്ങനെ വെക്കണ വഴുതനങ്ങ ചപ്പാത്തിക്ക് കഴിക്കാട്ടാ. മണിക്കുട്ടിക്ക് മണിക്കുട്ടി ചിരിച്ചൻ. ആ പൂട്ടി ചിരിച്ചെന്നെ ഒത്തു ചിരിച്ചു. വേഗം ഓട്ടത്തിന് പോയിക്കോ. മൊയ്തീന് ചോറുണ്ണുണ്ട കാരണം കൊണ്ട് ഞങ്ങൾ തക്കാളിക്കറി ഇത് റെഡിയാക്കി. മാളു തേങ്ങാപ്പാൽ ഒഴിച്ച വെച്ച് മാത്രം എടുത്താൽ നൂൽപൂട്ട് തിന്നാൻ അതെ. അമ്മ എത്തുവാൻ നേരം വൈകി. എൻ്റെ മണിക്കുട്ടിക്ക് കുറച്ച് ഉമ്മൊക്കെ കൊടുത്തിട്ട് ഞാൻ കുളിപ്പിക്കും കേട്ടോ. അപ്പോഴാണ് ആൾക്കൊരു സമാധാനം. മാളിൻ്റെ പറഞ്ഞ ഞാൻ കുച്ചിട്ട് വരാന്ന് തന്നെ. കുച്ചിട്ട് വരാട്ടെ മാളു. മാളുന്നാണ് കുച്ചിട്ട് വരാന്ന് പറഞ്ഞ. ആ ചെടിന്ന് പറഞ്ഞ. ആ ചെരിയിട്ട് ചെരി. ഞാരേ വിളിക്കണേ? വിളിക്ക്. ആ വിളിക്കേ. ഒന്ന് വരുമോ ഒന്ന് വിളിക്ക്. ഒപ്പ് വെച്ചതാ മാളു എന്ന് പറയും. മാളു വേടാ. ആ ഒരു ആ പൊപ്പ് വെച്ച് കൊടുത്തോ. ആ ഇനി മണിക്കുട്ടി ഒങ്ങിക്കോട്ടാ. ഒങ്ങിക്കോ, കണ്ണച്ചൊങ്ങിക്കോ. അങ്ങനെ ഞങ്ങളുടെ തക്കാളിക്കറി റെഡിയായി. മാങ്ങാക്കറി പോലെ വെച്ച് നോക്കിയതാണ്. പിന്നെ ഉണക്കമീൻ വറുത്തു, പിന്നെ മുള്ളനും വറുത്തു. സവിത അപ്പളേക്കിൻ്റെ ആദ്യമേനെ കുളിപ്പിച്ചു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. സപ്പോർട്ട് ചെയ്യണേ.